ഹലോ എവ്രി വൺ, വെൽക്കം ടു iPlus ട്രെയിനിങ് സൊല്യൂഷൻസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെറ്റ് ഇംഗ്ലീഷിന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ഒരു 5 ചോദ്യങ്ങളാണ്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 ചോദ്യങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടേ, ശ്രദ്ധിക്കുക. ഹു ഓതേർഡ് ദ സെമിനൽ എസ്സേ ദ ഡെത്ത് ഓഫ് ദ ഓതർ വിച്ച് ആർഗ്യൂസ് ദാറ്റ് ഓതർ ഈസ് നോട്ട് ദ സോഴ്സ് ഓഫ് മീനിങ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ ആണ് കേട്ടോ. അതായത് ഓതർ, ഡെത്ത് ഓഫ് ദ ഓതർ. ഓക്കെ, ഡെത്ത് ഓഫ് ദ ഓതർ വിച്ച് ആർഗ്യൂസ് ദാറ്റ് ഓതർ ഈസ് നോട്ട് ദ സോഴ്സ് ഓഫ് മീനിങ്. അതായത് ഈ ഡെത്ത് ഓഫ് ദ ഓതർ എന്ന് പറയുന്നത് ബർത്ത് ഓഫ് ദ റീഡറിന്റെ തുടക്കമാണ് എന്നാണ് ക്രിട്ടിക്സ് അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, അപ്പം ഡെത്ത് ഓഫ് ദ ഓതർ എന്ന് പറയുന്ന എസ്സേ ഓതർ ചെയ്തത് ആരാണ്? ഇതിനകത്ത് പറയുന്നത് ഓതറിൽ മാത്രം നിഷ്കർഷിച്ചിരിക്കുകയല്ല അർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വായിച്ചെടുക്കുന്ന റീഡറും ഫുൾ എനർജിയിൽ ഉണ്ടായിരിക്കണം അല്ലെ. ഓതർ നമുക്ക് എല്ലാം പറഞ്ഞു തരും എന്നുള്ള ഒരു പാസീവ് ടേംസിൽ നമ്മൾ നിൽക്കാൻ പാടില്ല. നമ്മൾ ഫുൾ എനർജിയിൽ ആക്റ്റീവായിട്ട് നിന്നെങ്കിൽ മാത്രമേ ഇതിന്റെ ക്രിട്ടിക്കൽ ഐഡിയാസ് കൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ. ജാക്കസ് ഡെറീഡ, ഫൂക്കോ, ബാറ്റ്സ്, അതുപോലെ തന്നെ ബോഡിലാർഡ്. ഓക്കെ, അപ്പൊ ഹു ഓതേർഡ് ദ സെമിനൽ എസ്സേ ദ ഡെത്ത് ഓഫ് ദ ഓതർ വിച്ച് ആർഗ്യൂസ് ദാറ്റ് ഓതർ ഈസ് നോട്ട് ദ സോഴ്സ് ഓഫ് മീനിങ്. ഓക്കെ, ഓതർ ഈസ് നോട്ട് ദ സോഴ്സ് ഓഫ് മീനിങ് എന്ന് ആർഗ്യൂ ചെയ്യുന്ന എസ്സേ എഴുതിയത് ആരാണ്? ഡെറീഡ, ഫൂക്കോ, ബാറ്റ്സ്, ബോഡിലാർഡ്. ആൻസർ വരുന്നത് റൊളാൻഡ് ബാറ്റ്സ് ആണ് കേട്ടോ. റൊളാൻഡ് ബാറ്റ്സ് എഴുതിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് കീ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് മെത്തേഡ് ഡെവലപ്ഡ് ബൈ ജാക്കസ് ഡെറീഡ focuses on destabilizing binary oppositions to show that a text has multiple contradictory meanings. Okay, appo which key post-structuralist method developed by Jacques Derrida focus on destabilizing binary oppositions. ഈ ബൈനറി ഒപ്പോസിഷൻസിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നതിനെ കുറിച്ചും ടു ഷോ എ ടെക്സ്റ്റ് ഹാസ് മൾട്ടിപ്പിൾ കോൺട്രഡിക്ടറി മീനിങ്സ്. അല്ലെ, ഒരു ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലീനിയർ മീനിങ് മാത്രം ആവത്തില്ല ഉള്ളത്, ഒരു സിമ്പിൾ പ്രൈമറി മീനിങ് മാത്രമല്ല. പല ഡയമെൻഷൻസിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ മൾട്ടി ലെവൽ മീനിങ്സ് നമുക്ക് അതിൽ നിന്ന് കിട്ടും അല്ലെ. അപ്പം ഈ മെത്തേഡ് ഡെവലപ്പ് ചെയ്തത് എന്താണ്? ദ കീ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് മെത്തേഡ് ഡെവലപ്ഡ് ബൈ ജാക്കസ് ഡെറീഡയിലാണ് ഈ ഒരു ഐഡിയ ഉള്ളത്. ഡെറീഡ കൊണ്ടുവന്ന ഒരു മെത്തേഡിനകത്തിലാണ് മൾട്ടിപ്പിൾ മീനിങ്സിനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള വാസ്തവം പറയുന്നത്. അപ്പൊ ഏതാണ് ആ മെത്തേഡ്? സ്ട്രക്ചറൽ അനാലിസിസ് ആണോ, ഡീകൺസ്ട്രക്ഷൻ ആണോ, സൈക്കോ അനാലിസിസ് ആണോ, ക്ലോസ് റീഡിംഗ് ആണോ? ഉത്തരം വരുന്നത് ഡീകൺസ്ട്രക്ഷൻ ആണ്. ഓക്കെ, ഇപ്പൊ സ്ട്രക്ചറൽ ഐഡിയാസ് കൂടുതലും ലെവി സ്ട്രോസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഡീകൺസ്ട്രക്ഷൻ ഡെറീഡയാണ് പറഞ്ഞിട്ടുള്ളത്. സൈക്കോ അനാലിസിസ് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ആണ്. ക്ലോസ് റീഡിംഗ് എന്നൊക്കെ പറയുന്ന നമ്മുടെ ജോൺ ക്രൗ റാൻസത്തിന്റെ ന്യൂ ക്രിറ്റിസിസത്തിന്റെയും ന്യൂ റീഡിങ്ങിന്റെയും ഒക്കെ ഭാഗമാണ് അല്ലെ. ബുക്കിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, ബുക്കിലെല്ലാം ഉണ്ട് എന്നുള്ള ഐഡിയ ആണ് ക്ലോസ് റീഡിംഗിൽ പറയുന്നത് അല്ലെ. അപ്പം ബുക്കിന് മൾട്ടിപ്പിൾ ബൈനറി ഒപ്പോസിഷൻസിനും മൾട്ടിപ്പിൾ മീനിങ്സിനും കോൺട്രഡിക്ടറി മീനിങ്സിനും സാധ്യതയുണ്ടെന്ന് പറയുന്നത് ഡീകൺസ്ട്രക്ഷൻ ആണ്. ഓക്കെ, അതായത് നമ്മൾ ഓരോ സെന്റൻസിനെയും കൺസിഡർ ചെയ്ത് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ കട്ട് ചെയ്ത് മനസ്സിലാക്കിയാണ് ഇവിടെ പഠിക്കുന്നത്. വാട്ട് ഈസ് എ പ്രൈമറി പോയിന്റ് ഓഫ് contention post-structuralism has with structuralism? Okay, what is the primary point of contention post-structuralism has with structuralism? Okay, post-structuralism structuralism തമ്മിലുള്ള ഒരു primary point of contention ഏതാണ്? It believes meaning is fixed and stable. It rejects the idea of a single objective and underlying structure. It focuses on the author's biography. It emphasizes linguistic harmony. Okay, ഇതിൽ ഏതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കണ്ടൻഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് ഏതാണ്? സ്ട്രക്ചറലിസവും പോസ്റ്റ് സ്ട്രക്ചറലിസവും ആയിട്ട് ബന്ധപ്പെട്ട് അത് ഓഫ് കോഴ്സ് ബി ആണ് കേട്ടോ. ഇറ്റ് റിജക്ട്സ് ദ ഐഡിയ ഓഫ് എ സിംഗിൾ ഒബ്ജക്റ്റീവ് ആൻഡ് അണ്ടർലൈങ് സ്ട്രക്ചർ. ഒറ്റ സ്ട്രക്ചറേ ഉള്ളൂ എന്ന് അവർ പറയുന്നില്ല. ഓക്കെ, ദേ ബിലീവ് ഇൻ മൾട്ടിപ്പിൾ സ്ട്രക്ചേഴ്സ്, ദ ഫോമിംഗ് ഔട്ട് ഓഫ് ലെയേഴ്സ് ഓഫ് മീനിങ്. ആ ഒരു പോയിന്റിലാണ് അവർ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പൊ നാലാമത്തെ ചോദ്യം എന്താന്ന് ഒന്ന് പരിചയപ്പെടാം. അക്കോർഡിംഗ് ടു പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ്, ഇത് ഫുള്ള് സ്ട്രക്ചറലിസം ക്രിറ്റിസിസം ആണ് അല്ലെ ക്വസ്റ്റ്യൻസ് വന്നത്. അക്കോർഡിംഗ് ടു പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് തോട്ട് ദ മീനിങ് ഓഫ് എ സൈൻ ഈസ്. ഈ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ചിന്താഗതി പ്രകാരം മീനിങ് ഓഫ് എ സൈൻ, ഒരു ചിഹ്നത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റുകൾ ഒരു ചിഹ്നത്തിനെ, സൈനിനെ ഡിഫൈൻ ചെയ്യുന്നത്? ഫിക്സഡ് ബൈ ദ സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജ് എന്നാണോ, ഓൾവേസ് ഡിഫേർഡ് ആൻഡ് കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡന്റ് എന്നാണോ, അതോ ലൊക്കേറ്റഡ് സോൺലി ഇൻ ദ സിഗ്നിഫൈഡ് എന്നാണോ, അതോ ഡിറ്റർമൈൻഡ് ബൈ ദ ഓതേഴ്സ് ഇന്റൻഷൻ എന്നാണോ? എന്താണ് ഒരു സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് ഡിഫേർഡ് ആൻഡ് കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡന്റ് ആണ് അല്ലെ. കോണ്ടെക്സ്റ്റിന് ഡിപ്പെൻഡന്റ് ആണ്. ഇപ്പൊ നമ്മൾ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ കോണ്ടെക്സ്റ്റ് അനുസരിച്ചിരിക്കും.
ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ക്വസ്റ്റ്യനബിൾ ആയിട്ടാണ് ചോദിക്കുന്നതെന്ന് ആ ഒരു ഹാളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഓൾറെഡി ഫീൽ ചെയ്യും. എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് ശേഷമുള്ള ഒരു മീറ്റിംഗ് ആണെങ്കിൽ ഷുവർലി ദേ വിൽ നോ ദാറ്റ് അതൊരു ക്വസ്റ്റ്യൻ ആണ്, യു ഹാവ് ടു ആൻസർ അല്ലേ എന്നുള്ള പോയിന്റ് നമുക്ക് കിട്ടും. ഇനി അങ്ങനെ അല്ലാത്ത കേസസിൽ നമുക്ക് അതും ഫീൽ ചെയ്യും. അപ്പൊ അതൊക്കെ തന്നെ കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡന്റ് ആണ് കേട്ടോ. ഓൾവേസ് ഡിഫേർഡ് ആൻഡ് കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡന്റ്. ചോദ്യം ചെയ്യപ്പെടാനും കോണ്ടെക്സ്റ്റുമായിട്ട് എന്താണ് സിമിലർ ആയി പോകാനുള്ള സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ് വൺ, which thinker is associated with the study of how discourse and power structures define social reality rather than just literary text? അല്ലേ, അതായത് ഓരോ ഡിസ്കോഴ്സും ഓരോ പവർ സ്ട്രക്ചേഴ്സും സോഷ്യൽ റിയാലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ഏത് പുസ്തകവും സമൂഹത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലെ, അല്ലാതെ ലിറ്റററി ടെക്സ്റ്റ് ആയിട്ട് മാത്രം നമുക്ക് അതിനെ കാണാൻ പറ്റില്ല. ഒന്നും കഥകൾ മാത്രമല്ല, എല്ലാ കഥകളിലും വിമർശിക്കുന്ന കുറെ ചോദ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതാണ് ക്രിറ്റിസിസം നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം ഏത് തിങ്കറാണ് ഈ ഐഡിയയുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്? സെഷൂർ ആണോ, ഫൂക്കോ ആണോ, ലെവി സ്ട്രോസ് ആണോ, അതോ നോർത്ത് ഓഫ് ഫയർ ആണോ? ഉത്തരം കിട്ടിയോ നിങ്ങൾക്ക്? ഉത്തരം വരുന്ന ഫൂക്കോ ആണ് കേട്ടോ. അപ്പം ദ തിങ്കർ ഹു ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഹൗ ഡിസ്കോഴ്സ് ആൻഡ് പവർ എന്ന് പറയുമ്പോൾ തന്നെ ഫൂക്കോ ആണ് ആ കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഡിഫൈൻ സോഷ്യൽ റിയാലിറ്റി റാദർ ദാൻ ജസ്റ്റ് ലിറ്റററി ടെക്സ്റ്റ്. ഓരോ ലിറ്റററി ടെക്സ്റ്റും സോഷ്യൽ റിയാലിറ്റി ആണ്. അതാണ് ഡിസ്കോഴ്സും പവർ സ്ട്രക്ചറും ഒക്കെ പറയുന്നത്. ഫൂക്കോ ആണ് ഈ ടേംസ് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളെ മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, അപ്പോൾ ടോപ്പ് 5 questions for Set English. Get prepared. Thank you so much.